വാട്ട് ഐ ഹേറ്റഡ്. അപ്പോൾ മമ്മിക്ക് എന്തോ പറ്റിയിട്ടുണ്ട് ഗൈസ്. 2 ദിവസമായിട്ട് എന്നെ പുറകെ പിടിച്ചേക്കാം. മമ്മിക്ക് ടോഫു മൂങ് ദാൽ ദോശയും കീനുമയും ഒന്നും വേണ്ട, പോയി മമ്മിക്ക് മമ്മിയുടെ ഫുഡ് വേണം. അപ്പോൾ രാവിലെ എനിക്ക് ഇവിടെ തുളസി വെള്ളമൊക്കെ തന്നതിന് ശേഷം ഇവിടെ ദേ ആള് ഫുഡൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഇഡ്ഡലി, ചമ്മന്തി, സാമ്പാർ, കട്ടൻ ചായ. ഞാൻ പറഞ്ഞുകൊണ്ട് മമ്മി ഇത്തവണ ബൗളിൽ ഇഡ്ഡലി ഉണ്ടാക്കി നോക്കി. അപ്പോൾ ഒരു പ്രാവശ്യം ശരിയായി, രണ്ടാമത്തെ പ്രാവശ്യം ഇത് ചോക്കോലാവ ഇഡ്ഡലിയായി മാറി. അതിനെ നമ്മൾ വീണ്ടും വേവിക്കാനായിട്ട് ഇഡ്ഡലി നടക്കിൽ വെച്ചിട്ട് സാമ്പാറും ചമ്മന്തി ഞാൻ അപ്പുറം ഡിവൈഡ് ആൻഡ് റൂൾ ചെയ്തുകൊണ്ട് സെപ്പറേറ്റ് ആക്കാൻ വിചാരിച്ചു. പക്ഷേ ഇവർ തമ്മിൽ എന്തോ ബന്ധമുണ്ട് ഗൈസ്. ഇവർ മിക്സായി. കട്ടൻ ചായ ഞാൻ റോൾ അടിച്ച് സെർവ് ചെയ്യാൻ നോക്കിയപ്പോൾ ടേബിൾമ വീണ് മമ്മി കണ്ണു വീഴ്ച എന്നെ പേടിപ്പിച്ച് ഓടിച്ചു. അവിടെ ഞാൻ ക്ലീൻ ആക്കിയിട്ടാണ് പിന്നെ ഇരുന്നത്. സോ യെസ്, അപ്പം നിങ്ങൾക്ക് ഇവിടെ ചമ്മന്തി കൂട്ടി ഇഡ്ഡലി കഴിക്കണമാണോ ഇഷ്ടം, അതോ സാമ്പാർ കൂട്ടി ഇഡ്ഡലി കഴിക്കണമാണോ ഇഷ്ടം, അതോ എന്നെ പോലെ രണ്ടും കൂടെ മിക്സ് ആക്കി കൂട്ടി കഴിക്കണമാണോ ഇഷ്ടം? നല്ല കോമ്പിനേഷൻ, സാമ്പാർ ചമ്മന്തി കൂടെ മുക്കി ഇഡ്ഡലി കഴിക്കണം, എന്നിട്ട് കുറച്ച് കട്ടൻ ചായയുടെ സിപ്പെടുത്താൽ പിന്നെ പറയാം. ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ചിൻ്റെ ഇടയ്ക്ക് വന്ന സമയത്ത് ഞാൻ ഇവിടെ പ്രോട്ടീൻ ഷേക്ക് കുടിച്ചതിന് ശേഷം ഇവിടെ ലഞ്ചിന് വേണ്ടി ഞാൻ കഴിക്കുന്നതാണ് ടോഫു റാഗി റാപ്പ്. ഈ റെസിപ്പി ഞാൻ ആദ്യം ബ്രെഡിൽ വെച്ചായിരുന്നു കഴിക്കാറുണ്ടായിരുന്നു. പക്ഷേ ഒരു പ്രാവശ്യം ഞാൻ വെറുതെ റാഗി റോട്ടിൽ ട്രൈ ചെയ്തപ്പോൾ എനിക്ക് ഇഷ്ടമായി. പിന്നെ കുറച്ചുകൂടെ ഹെൽത്തി ഫീൽ ആയപ്പോൾ ഇനിയിപ്പോൾ ഇത് സ്ഥിരമായിട്ടുണ്ട്. പിന്നെ ഞാൻ ഐസ്ക്രീം മേടിച്ച് കഴിച്ചു. ആക്ച്വലി ഇതിന് മുമ്പ് ഞാൻ ഒരു പ്രാവശ്യം കഴിച്ചിരുന്നു. അതിൻ്റെ അവസ്ഥയാണ് മുഖത്ത് ഇപ്പോൾ പതുക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. ഓരോരോ ആൾക്കാർ പൊട്ടിമുളച്ച് വന്നത്. എന്നാലും ഞാൻ നന്നാവില്ല. മമ്മിയുടെ ക്രേവിങ്സ് ഇതോടെ അടങ്ങിയില്ല. വൈകുന്നേരം മമ്മി അതേ സെയിം മാവ് യൂസ് ചെയ്തിട്ട് ഇവിടെ മസാല ദോശ ഉണ്ടാക്കേണ്ട. യെസ് ഗൈസ്, ഞങ്ങളുടെ ഫാമിലി പണ്ട് പോലെ പപ്പ ഞങ്ങൾക്കൊക്കെ മസാല ദോശ ഉണ്ടാക്കി തരാറുണ്ട്. സോ അതിൻ്റെ ഒപ്പം മമ്മി ഇവിടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചമ്മന്തിയിൽ യെസ് ഈ റെഡ് കളറിൻ്റെ അത് ഉണ്ടാക്കിയിട്ട് ആൻഡ് യെസ് ബാക്കി വന്ന സാമ്പാറും ഉണ്ടായിരുന്നു. ആൻഡ് ആ ചമ്മന്തി, ഓ മൈ ഗോഡ്, എന്ത് ടേസ്റ്റി ആയിരുന്നു ബ്രോ. ഇത്രയും കട്ടൻ ചായയുടെ ശീലമില്ല, പക്ഷേ ഇതുപോലെ നാടൻ ഫുഡ് കഴിക്കുമ്പോൾ കുറച്ചൊരു സിപ്പ് കിട്ടി അത്ര സുഖമാണ്. തുടക്കത്തെ ചൂടായിരുന്നു. അപ്പോൾ ശരി, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.